അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആകെ മൊത്തം തകർന്നിരിക്കുകയാണ് വിജയ് ശങ്കർ. എങ്ങനെ നോക്കിയാലും അർച്ചനയെ തോൽപ്പിക്കാൻ നോക്കിയ വിജയ് ശങ്കറിന് ഒരിക്കലും അത് സാധ്യമാവണില്ല. അതുകൊണ്ട് ഓഫീസ് പോകാനും കേസ് എടുക്കാനും ഒന്നും വിജയ് ശങ്കറിന് താല്പര്യമില്ല കേട്ടോ. അതേസമയം ഓഫീസിൽ രവി വക്കീൽ വന്നതും ജഗദീഷ് വക്കീൽ പറയുകയാണ്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അധിക കാലം ജോലി ചെയ്യേണ്ടി വരില്ല. കാരണം വെറുതെ ഇവിടെ വന്നിരുന്ന് കുത്തിയിരുന്നിട്ട് എന്താ കാര്യം? വിജയശങ്കറിന് പഴയ പ്രതാപമൊക്കെ പോയി. ഇനി ഒരിക്കലും അങ്ങനെ ആവാനൊട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിനി വേറെ പണി നോക്കണമെന്നതായിരിക്കും നല്ലത് എന്ന് ജഗദീഷ് വക്കീൽ രവി വക്കീലിനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവർ പറയുന്നതിലും കാര്യമുണ്ട്. വിജയശങ്കറിന് ഇപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, അർച്ചനയെക്കുറിച്ച് മാത്രമാണ് ആ ചിന്ത. അതേസമയം അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് ദീപ്തിയോട്, വിജയശങ്കർ ജോലിക്കൊന്നും വരുന്നില്ല, വെറുതെ കുടിച്ച് നടക്കുകയാണ് എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി ഇങ്ങനെ പറയുകയാണ്. അതെന്താണോ അറിയില്ല. എന്തായാലും ശരി, വിജയശങ്കറിന് നിന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ശരിക്ക് പറയുകയാണെങ്കിൽ വിജയശങ്കറിൻ്റെ മനസ്സിൽ നിന്നോട് ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് നിന്നെയും ജെക്കെയും കുറിച്ച് എന്തെങ്കിലും കേൾക്കാത്ത മുമ്പ് അയാൾ ആകെ മൊത്തം മാതി കയറിയിട്ട് നിൻ്റെ പിന്നിൽ വരുന്നത്. അതാണ് സത്യം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. അയാൾക്ക് ഭാര്യയും കുട്ടിയും എല്ലാം ഉണ്ട്. അയാൾ എന്നെക്കുറിച്ച് ആലോചിക്കുകയോ ആവലാതിപ്പെടുകയോ ഒന്നും വേണ്ട. അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല എന്ന് ദീപ്തിയോട് പറയണം കേട്ടോ. പക്ഷേ നശിച്ചു പോകരുത് എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അതേസമയം ചന്ദ്രയും മധുബാലയും കൂടിയിട്ട് അർച്ചനയ്ക്കെതിരെ എങ്ങനെ അർച്ചനയെ തറ പറ്റിക്കാമെന്നുള്ള ചിന്തയിലാണ്. അർച്ചന ജെക്കെയെ കല്യാണം കഴിക്കുമോ എന്നുള്ള പേടി കൊണ്ട് മധുബാലയ്ക്ക് എങ്ങനെയെങ്കിലും ടീച്ചറുടെ വീട്ടിൽ കയറി കൂടണം. അതിനു വേണ്ടിയിട്ടാണ് അർച്ചനയുടെ മഞ്ജുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചവർ ഇരിക്കുന്നത്. ഏതായാലും അർച്ചനയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അർച്ചനയും ജെക്കെയും അവസാനം ഒന്നിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?